മികച്ച പ്രതികരണവുമായി മോഹൻലാൽ ചിത്രം ബറോസ്. ഇതുവരെ ഇറങ്ങിയതിൽ വെച്ച് മികച്ച 3D ചിത്രമാണ് ബറോസ് എന്നും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കാണാൻ കഴിയുന്ന ചിത്രമാണ് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ബറോസ് എന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു. നല്ല പടം, ഫാമിലി പടം, നല്ല പടം. കുഴപ്പമൊന്നുമില്ല, പക്ക 3D വ്യക്തിയാണ്, കുഴപ്പമൊന്നുമില്ല, കാണാം. നല്ല 3D പുള്ളിയുടെ ഫസ്റ്റ് ഡയറക്ഷനിൽ നല്ലൊരു പടം എടുത്തു വെച്ചിട്ടുണ്ട്. കുഞ്ഞുകുട്ടിയൊക്കെയുള്ള സിനിമയാണ്, നല്ലതാ. മോഹൻലാൽ സംവിധാനം ചെയ്ത ആദ്യ ചിത്രത്തിന് ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത്. സാങ്കേതിക മികവിൽ മോഹൻലാൽ ഒരുക്കിയ 3D ചിത്രം മികച്ചതാണെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. ഭയങ്കര ഹൈ മൊമെന്റ്സോ അല്ലെങ്കിൽ ഗൂസ് ബംപ് പടമൊന്നുമല്ല, ഒരു ഡീസൻറ്റ് പടം. അയാൾ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുമ്പോൾ അയാൾക്കൊരു സേഫ് സോൺ നോക്കി പോവാം. പക്ഷെ അതൊന്നും നോക്കാതെ ഒരു റിസ്ക് സബ്ജക്റ്റ് എടുത്ത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലി ഒരു കോംപ്രമൈസും ഇല്ല. സന്തോഷ് ശിവൻ്റെ ക്യാമറ വർക്ക്, സന്തോഷ് രാമൻ്റെ ആർട്ട് എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ 3D ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോ പുന്നൂസിന്റെ കഥയെ ആസ്പദമാക്കി ഒരുക്കിയ ചിത്രം കുട്ടികളെയും മുതിർന്നവരെയും ഒരേപോലെ ആകർഷിക്കുന്നതാണ്. വളരെ മനോഹരമായ ദൃശ്യ ഭംഗിയിലുള്ള ഒരു മലയാള ചലച്ചിത്രമാണ്. 3D നല്ല എഫക്റ്റീവായിട്ട് തോന്നി. കുട്ടികൾ മനോഹരമായിട്ട് ആസ്വദിക്കും ഈ പടം. ഈ ക്രിസ്മസ് വേളയിൽ ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയ മനോഹരമായ ചിത്രം, മലയാളത്തിന് അഭിമാനിക്കാവുന്ന മോഹൻലാലിൻ്റെ ചിത്രം. അവർ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്കും ഫാമിലിക്കും വേണ്ടിയിട്ടുള്ള സിനിമയാണ്. ഹൈപ്പൊന്നും ഇല്ലായിരുന്നുകൊണ്ട് പ്രതീക്ഷിച്ചതിനേക്കാളും മേളിലുണ്ടായിരുന്നു. ഏറെ നാൾ കാത്തിരുന്നെങ്കിലും മോഹൻലാലിന്റെ ആദ്യ ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ റിലീസ് ചെയ്ത ഡിസംബർ 25-ാം തീയതി തന്നെയാണ് അദ്ദേഹത്തിന്റെ ആദ്യ സംവിധാന ചിത്രമായ ബറോസും റിലീസ് ചെയ്തത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.